ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അബ്ദുൾ റഹീമിനെ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോഴും യമനിൽ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോഴും പണമുണ്ടാക്കാനും ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനും അങ്ങനെ പിരിവ് നടത്താനുമായിരുന്നു ആളുകൾ ഏറെ പണിപ്പെട്ടത്. ആരെങ്കിലും ഈ ഗോത്ര നിയമത്തിനെതിരെ ശബ്ദിച്ചോ? അബദ്ധത്തിൽ എങ്ങാനും ഒരു മനുഷ്യന്റെ കൈകൊണ്ട് ഇങ്ങനെ ഒരു ജീവൻ പോയാൽ അവന്റെ ജീവൻ എടുക്കണം എന്നുള്ള നിയമം എങ്ങനെ സാധുവാകുമെന്ന് ചോദിച്ചു. മോഷണക്കുറ്റത്തിന് കൈ ഛേദിക്കണമെന്നാണ് നിയമം. അത് ഏത് സാഹചര്യത്തിലാണ് മോഷ്ടിക്കുന്നത്, അവൻ എന്താണ് മോഷ്ടിച്ചത് എന്നതിന്റെ സാഹചര്യം പഠിക്കണമെന്ന് ശരീഅത്ത് നിയമത്തെ അടിമുടി മാറ്റി തിരുത്തി ഉമർ. എന്നാൽ കൊലയ്ക്ക് പകരം കൊല, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇത് ന്യായമാണോ? ഇത് നീതിയാണോ? അബദ്ധമുണ്ടായാലും ശരി, ഒരു മനുഷ്യന്റെ കൈകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ സാഹചര്യങ്ങൾ ഒന്നും തെളിവിനെടുക്കാതെ അവന്റെ തലയെടുക്കാൻ പ്രഖ്യാപിക്കുന്ന ഒരു ശരീഅത്ത് നിയമത്തെ സംബന്ധിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും വിമർശിച്ച് നിങ്ങൾ കണ്ടിരുന്നോ? യമനിൽ ഹൂതികളുടെ നിയന്ത്രിത മേഖലയിലുള്ള ജയിലിൽ വധശിക്ഷയുടെ വാള് തലയ്ക്കു മുകളിൽ നിർത്തി ഓരോ നിമിഷവും മരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1000 തവണ മരിച്ചതിന്റെ മരണവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് നിമിഷപ്രിയ. നിമിഷയുടെ മോചനത്തിന് വേണ്ടി കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. സൗദി പോലെയുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും ഇറാനുമായി അടുത്ത ബന്ധമാണ് ഹൂതികൾക്കുള്ളത്. കാരണം ഇറാന്റെ സായുധ സംഘമാണ് ഹൂതികൾ. ഇസ്രായേലുമായി പടവെട്ടി നിന്ന സമയത്തൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇവർക്കുള്ള ധനസഹായം അടക്കം നൽകുന്നത് ഇറാനാണ്. ഹൂതികൾക്ക് ആയുധവും വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇറാനാണ്. ഈ സാഹചര്യത്തിലാണ് ഡൽഹിയിലെ ഇറാൻ എംബസി മുഖാന്തിരം ഹൂതികളുമായി ബന്ധപ്പെടാനും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യുമെന്ന് ഇറാൻ എംബസി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. യമനിലെ ഗോത്ര കുടുംബത്തിന് ബ്ലഡ് മണി നൽകിയ ശേഷം നിമിഷയെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്, പുരോഗമിക്കുന്നു. എന്നാൽ 1 മാസത്തിനുള്ളിൽ ഇത് സാധ്യമാക്കണം എന്നാണ് ഇപ്പോൾ ഇറാന്റെയും ആശയം. ഇത്തരം കേസുകളിൽ സർക്കാർ നിയമപരമായ സഹായങ്ങൾ നൽകാറുണ്ട്. കൗൺസിലർമാർ തലത്തിലും ശ്രമങ്ങൾ നടത്തി വരാറുണ്ട്. ഡിസംബർ അവസാന ആഴ്ചയിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗിച്ച് നിമിഷയ്ക്കുള്ള അഭിഭാഷകനെ വെക്കാനൊക്കെ തീരുമാനമായിരുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി നിമിഷയുടെ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവിൽ യമൻ പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത്. നിമിഷയുടെ മോചനത്തിനായി നൽകിയ $40,000 എവിടെ എന്ന ചോദ്യവും ഇതിനിടയിൽ ഉയർന്നു വരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിദേശത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും സർക്കാരിന്റെയും വ്യവസായികളുടെയും സഹായത്താൽ തിരികെ എത്തിച്ച നിരവധി ഇന്ത്യൻ മലയാളികളും ഉണ്ട്. ഇന്ത്യക്കാരും മലയാളികളും ഒക്കെ അതിനകത്ത് പെടുന്നുണ്ട്. കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീം സൗദിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. 2006 ഇദ്ദേഹത്തെ സൗദി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. റഹീമിന്റെ മുതലാളിയുടെ മകന്റെ ശ്വസന ഉപകരണം ഓഫായതിനെ തുടർന്നാണ് റഹീമിനെ കൊല്ലാൻ വിധിച്ചത്. റഹീം വാഹനം ഓടിക്കുമ്പോഴാണ് ശ്വാസം കിട്ടാതെ കുഞ്ഞു മരിച്ചത്. റഹീമിനോട് സ്പീഡിൽ പോകാൻ കുട്ടി ആവശ്യപ്പെടുകയും ഒരു ഉപകരണത്തിന്റെ സഹായത്തോടുകൂടി മാത്രം ശ്വസിക്കുന്ന അനസ് എന്ന 15 വയസ്സുകാരന് വണ്ടി നിർത്തിയത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് ട്രാഫിക് ആയിരുന്നു. അപ്പോൾ ഈ കുട്ടി ഇവനെ തുപ്പിയെന്നോ, കുട്ടി ഇവനെ അടിച്ചു. ആ അടിയിലാണ് കുട്ടിയുടെ ശ്വസന ഉപകരണം തെറിച്ചു പോയതും കുട്ടി മരിച്ചതും. ആദ്യം മരിച്ചിരുന്നില്ല. കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല, പോലീസിനെ അറിയിച്ചില്ല, കഫീലിനെ വിളിച്ചറിയിച്ചില്ല. ഇതൊന്നും ചെയ്യാതെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഒരു അമ്മാവനെ വിളിച്ചു വരുത്തി ഒരു കഥ മെനയുകയായിരുന്നു. കുട്ടി അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടി രക്ഷപ്പെടുമായിരുന്നു. അപ്പോഴും സ്വന്തം രക്ഷ മാത്രമാണ് റഹീം നോക്കിയത്. അങ്ങനെ സ്വാർത്ഥനായ ഒരു വ്യക്തിയെയാണ് കോടതി പരിചയപ്പെടുത്തുന്നത്. റഹീമിന്റെ FIR-ലും അടിച്ചു കൊന്നു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ റഹീം വാഹനം ഓടിക്കുമ്പോഴാണ് കുട്ടി വായിലൂടെ നുരയും പതയും വന്ന് ഈ അടികിട്ടി മരിക്കുന്നത്. അതിന്റെ പേരിൽ റഹീം 18 വർഷം ജയിലിൽ കിടന്നു.
2023 കുഞ്ഞിന്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറായി. കോഴിക്കോട് സ്വദേശികൾ ചേർന്ന് പണം കണ്ടെത്തുന്നു. അങ്ങനെയാണ് 2024 റഹീമിന്റെ മോചനം സാധ്യമാക്കാം എന്ന രൂപത്തിലെങ്കിലും ഒരു വാർത്ത പ്രചരിപ്പിക്കാനെങ്കിലും സാധിച്ചത്. റിയാദിലെ ജയിലിൽ മോചനത്തിനുള്ള ഉത്തരവ് കാത്തു കഴിയുകയാണ് ഇദ്ദേഹം ഇപ്പോഴും. 8 മുൻ നാവിക ഉദ്യോഗസ്ഥരെ ചാരവൃത്തി ആരോപിച്ച് ഒരിക്കൽ ഖത്തർ 2023 വധശിക്ഷയ്ക്ക് വിധിച്ചത്. ദെഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസ് നടത്തിയ ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെതിരെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി പ്രതികരിച്ചു. പ്രതിരോധ സേവനങ്ങൾ നൽകിയ ഇവർ മുൻ നാവിക ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉദ്യോഗസ്ഥരുടെ കുടുംബത്തെ കണ്ട് സഹായം ഉറപ്പു നൽകി. തുടർന്ന് നൽകിയ അപ്പീലിൽ വധശിക്ഷ റദ്ദാക്കി 2024 അവരെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. തൃശൂർ പുത്തൻചിറ സ്വദേശിയായ ബെക്സ് കൃഷ്ണനെ വാഹനാപകടത്തിന്റെ പേരിലാണ് വധശിക്ഷയ്ക്ക് അബുദാബി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. ഡ്രൈവറായിരുന്ന ഇദ്ദേഹത്തിന്റെ വാഹനം ഇടിച്ച് 6 വയസ്സുള്ള സുഡാനി ബാലൻ മരിച്ചു. 2013 വധശിക്ഷയ്ക്ക് വിധിച്ചു. 9 വർഷം ജയിലിൽ കഴിഞ്ഞ ശേഷം 2021 ഇദ്ദേഹം കേരളത്തിൽ തിരിച്ചെത്തി. ബിസിനസ്സുകാരനായ എം എ യൂസഫ് അലി 5 ലക്ഷം ദിർഹം അഥവാ 1 കോടിയോളം രൂപ നൽകിയതോടുകൂടിയാണ് മോചനം സാധ്യമായത്. ലേബർ ക്യാമ്പിലെ ഏറ്റുമുട്ടലിനെ തുടർന്ന് പാകിസ്ഥാൻ പൗരൻ മരിച്ച സംഭവത്തിൽ 10 പഞ്ചാബികളെയാണ് ഷാർജ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. 2017 കോടതി 3.5 വർഷമായി ശിക്ഷ വെട്ടിക്കുറച്ചു. ദുബായ് ആസ്ഥാനമായ ബിസിനസ്സുകാരനായ SPS ഒബ്രോയി 6.4 കോടി ബ്ലഡ് മണി നൽകിയതോടുകൂടിയാണ് അവരുടെയും മോചനം സാധ്യമായത്. 2010 17 പേരെയാണ് ഷാർജ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇതിൽ 16 പേർ പഞ്ചാബികളും 1 ഹരിയാനക്കാരനുമായിരുന്നു. ഇവർക്കും ഒബ്രോയി പണം നൽകി മോചിപ്പിച്ചു. 2013 ഇവർ നാട്ടിലെത്തി. ഈ കേസുകളിൽ ഇന്ത്യൻ കോൺസുലേറ്റ് നിയമസഹായവും ലഭ്യമാക്കിയിരുന്നു. തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശിയായ അർജുന അതിമുത്തു, മലപ്പുറം സ്വദേശിയായ അബ്ദുൽ വാജിദിനെ കൊലപ്പെടുത്തിയ കേസിൽ 2013 കുവൈത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഈ അബ്ദുലിന്റെ കുടുംബത്തിന് 30 ലക്ഷം രൂപ നൽകിയാണ് അർജുനയുടെ മോചനം സാധ്യമാക്കിയത്. ഇങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ 100 കണക്കിന് കേസുകളുണ്ട്. കൊലക്കയറിൽ നിന്നും അവരെ ഊരിക്കൊണ്ടുവരാൻ പണം നൽകുകയായിരുന്നു. അപ്പോഴും മനുഷ്യന്റെ ജീവന് പണത്തിന്റെ മൂല്യം നൽകുന്ന ഈ ശരീഅത്ത് നിയമത്തെ സംബന്ധിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും എതിർത്തിരുന്നോ? ഇത് ഗോത്ര നിയമമാണ് എന്ന് പറഞ്ഞിരുന്നോ? പണമുള്ളവന് എന്തും ചെയ്യാമെന്ന ഒരു ധാർഷ്ട്യമല്ലേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പകരം പണം നൽകി ആ കൊലയാളിയെ മോചിപ്പിച്ചെടുക്കുന്ന രീതി ഇത് ഈ കാലഘട്ടത്തിൽ യോജിച്ചതാണോ എന്നതിനെ സംബന്ധിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു സ്പീച്ച് നടത്തുകയോ ഒരു വരി എഴുതുകയോ ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയേക്കണേ, അറിയാൻ വേണ്ടിയിട്ടാണ്. നന്ദി.